വിദ്യാർത്ഥികൾക്ക് അടി കിട്ടുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും കണ്ടില്ല. അവിടെ ഇവിടെ ഒരു ഔറംഗസീബിന്റെ ഫോട്ടോ ഉള്ളത് ഈ താരപുത്രി അല്ലെങ്കിൽ BJP താരപുത്രി കണ്ടു. കലിംഗിന്റെ അവിടെ അവിടെ ആരാ മോള്? കൃഷ്ണകുമാർ എന്ന് പറയും. പിരിയത്തിലൊരു വെട്ടമുള്ള കൃഷ്ണകുമാറാണോ? ഓ അതെ. വെളുത്തിട്ട് ഓ പ്രൊട്ടസ്റ്റ് ഏത് തരത്തിലാണ് ഈ ചാണകം തലയ്ക്ക് പിടിച്ച സംഘികൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ വ്യക്തമായി ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നിട്ട് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ KK ഫാമിലിയിലെ സന്തതിയായിട്ടുള്ള ദിയ കൃഷ്ണ, നീ ക്രിമേരി കൃഷ്ണകുമാറ മോളാടി? ഓ ഒരു ഫേക്ക് നറേറ്റീവ് ഉണ്ടാക്കിയ ഒരു റീല് പുള്ളിക്കാരത്ത് ഷെയർ ചെയ്യുകയാണ്. ആ കുട്ടികൾ അവിടെ തുരുതുരാന്ന് അടികൊള്ളുകയാണ്. അവിടെ ഒന്നും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് കണ്ടിട്ടില്ല. നീ നിന്റെ അപ്പനെ എങ്ങനെയാണ് ഗതി പിടിക്കുന്നത്? Is about the NEET paper leak. Why are protesters carrying Aurangzeb photo? ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. Cult influencer കം സെലിബ്രിറ്റി എടുത്തു വെച്ച് ഷെയർ ചെയ്തേക്കുന്നത്. അത് പണ്ട് അമ്പലത്തിന്റെ അവിടെ ആൽത്തറ വന്നിരുന്നിട്ടേ ആ സിമ്മന്റെ തറ ഇരുന്നിട്ട് നിരങ്ങും. ആരും കാണുള്ളൂ വിചാരിച്ചാ. ഇല്ല, അതൊക്കെ പണ്ടല്ലേ അമ്മ. വിളിയാട്ടാ. പോട്ടെ അമ്മ. കുടുംബപരമായി BJP-കാരാണല്ലോ. അപ്പൊ പിന്നെ ഇതിൽ നിന്റെ അപ്പുറം കാണിക്കും. സ്വാഭാവികമായും ചതുർഭുജം എന്നാണല്ലോ, ചതുഷ്കൃതാമെന്നല്ലേ. നമ്മൾ ഈ കാണുന്ന ചാണകങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണം പോലും ഇല്ല. അതുകൊണ്ട് ഇവരെ ചാണകം എന്ന് വിളിക്കാൻ എനിക്ക് തോന്നണില്ല, സീരിയസ്ലി. ഇനി ഈ ഫോട്ടോയിലോട്ട് വരാം. ഇതിന്റെ ഒറിജിനൽ പിക്ക് താണ്ടി ഇതാണ്. ഈ സാധനമാണ് ആ പ്രൊട്ടസ്റ്റിൽ അവർ യൂസ് ചെയ്തേക്കുന്നത്. നരേന്ദ്രമോദിയാണ്. പുള്ളിയുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി ഷെയർ ചെയ്ത ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത പോസ്റ്റാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണെന്നോ അങ്ങോട്ട് പോയത്. കുത്തിയിരിക്കുന്നു. എന്നെ കൂടെ കൂട്ടായിരുന്നു. ഇത് സംസ്ഥാന സമ്മേളനമൊന്നല്ലോ. ഇതാണ് എപ്പിക് സാധനം. ധാരണ ഇത്ര പെർഫെക്റ്റ് ആംഗിളിൽ ഫോട്ടോ എടുത്തത്. ഇവരും കിടന്നു കൊടുക്കും. പിടിക്കാൻ വരുമ്പോഴേ കിടന്നു കൊടുക്കും. കിടന്നെടുത്തിട്ടാണ് ഒരു തൂക്കിക്കൊണ്ട് പോകുന്നത്. കിടന്നു, ഇനി തൂക്കിക്കോ. അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കുക.